ഇന്ന് ശിവരാത്രി ആഘോഷിക്കുമ്പോൾ നമ്മൾ ശിവപരമാത്മാവിനെയാണ് ആഹ്വാനം ചെയ്യുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ ഭാരതീയർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. പരമാത്മാവായ ശിവൻ ത്രിദേവൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതായത് അദ്ദേഹം ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്നിവരുടെ സൃഷ്ടാവാണ്. അതിനാൽ മഹേശ്വരനും അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയായി. പിന്നീട് ശിവനെയും ശങ്കരനെയും ഒന്നാണെന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി. എവിടെയാണ് ഈ തെറ്റ് സംഭവിച്ചത്? യഥാർത്ഥത്തിൽ രണ്ടുപേരും വ്യത്യസ്തരാണ്, ശിവനും ശങ്കരനും. രണ്ടുപേർക്കും വ്യത്യസ്തമായ രൂപങ്ങളുമുണ്ട്. ഒന്ന് രൂപമില്ലാത്ത ജ്യോതിർലിംഗമാണ്. ക്ഷേമദായകനായ ശങ്കരൻ മൂന്നാം കണ്ണ് തുറക്കുമ്പോൾ ഈ ലോകത്തിന് തന്നെ വലിയ നാശം സംഭവിക്കും, അതായത് പ്രളയം സംഭവിക്കുമെന്ന് പറയപ്പെടുന്നു. അങ്ങനെ പേരുകളും വ്യത്യസ്തമാണ്, രൂപങ്ങളും വ്യത്യസ്തമാണ്, പ്രവൃത്തിയും വ്യത്യസ്തമാണ്. പിന്നെ രണ്ടുപേരും എങ്ങനെ ഒന്നാകും? നമ്മൾ മന്ത്രം ഉച്ചരിക്കുമ്പോഴെല്ലാം ഓം നമഃശിവായ എന്നാണ് പറയാറുള്ളത്. അതുപോലെ പരമാത്മാവായ ശിവന്റെ സ്ഥാനം ശിവാലയം എന്നാണ് അറിയപ്പെടുന്നത്, ശങ്കരാലയം എന്നല്ല. ശ്രീശങ്കരൻ എപ്പോഴും കുടുംബത്തോടൊപ്പമാണ് കാണപ്പെടുന്നത്. അവിടെ അമ്മയായ പാർവതിക്ക് 2 പുത്രന്മാരുമുണ്ട്, ഗണേശനും കാർത്തികേയനും. അവരെല്ലാവരും ഒരുമിച്ചാണ് ശിവഭഗവാനെ ആരാധിക്കുന്നത്. ശിവനും ശങ്കരനും ഒന്നാണെങ്കിൽ അവർ കുടുംബത്തോടൊപ്പം ശിവനെ എന്തിനാണ് ആരാധിക്കുന്നത്? ശങ്കരനെ എപ്പോഴും ധ്യാനിക്കുന്നതായി ചിത്രീകരിക്കുന്നു. അതായത് അദ്ദേഹം ആരെയോ ധ്യാനിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ധ്യാനിക്കേണ്ട ആവശ്യകത എന്തായിരുന്നു? ഇവിടെ ശങ്കരന് ഒരു നിർണായക ദൗത്യം നിർവഹിക്കാനുണ്ടെന്ന് കാണിച്ചിരിക്കുന്നു. അദ്ദേഹം കണ്ണു തുറക്കുമ്പോൾ തന്നെ മഹാവിനാശം സംഭവിക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ ഈ ദൗത്യം നിർവഹിക്കാൻ അദ്ദേഹത്തിന് അപാരമായ ശക്തി ആവശ്യമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം വർഷങ്ങളോളം കൈലാസ പർവ്വതത്തിലിരുന്ന് ശിവനെ ധ്യാനിച്ചത്. അദ്ദേഹത്തിൽ നിന്ന് ആ ശക്തിയും ഊർജവും നേടുവാനായി. പിന്നീട് അദ്ദേഹം തൃക്കണ്ണ് തുറക്കുമ്പോൾ മഹാവിനാശം സംഭവിക്കുക തന്നെ ചെയ്യും. പക്ഷെ എങ്ങനെയാണ് നമ്മൾ ഭാരതീയർക്ക് ഈ ഒരു തെറ്റ് സംഭവിച്ചത്? ബ്രഹ്മാവിലൂടെ സൃഷ്ടികർമ്മം അദ്ദേഹമാണ് നിർവഹിക്കുന്നത്. അതുപോലെ വിഷ്ണുവിലൂടെ പാലനയും ശങ്കരനിലൂടെ മഹാവിനാശവും ശിവനാണ് ചെയ്യുന്നത്. അതിനാലാണ് ശിവനെ ത്രിദേവൻ എന്ന് വിളിക്കുന്നത്. ശിവഭഗവാനാണ് ഈ 3 ദേവന്മാരുടെയും രചയിതാവ്. ശിവൻ സൃഷ്ടിയിൽ അവതാരമെടുക്കുന്നു. പക്ഷേ ഈ 3 ദേവന്മാർക്കും ഉണ്ടാകുന്നത് ഉത്പത്തിയാണ്. അതുകൊണ്ടാണ് ഈ 3 ദേവന്മാരുടെയും ജനനം എവിടെയും കാണിക്കാത്തത്. ബ്രഹ്മാവ് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹം വിഷ്ണുവിൻ്റെ നാഭി താമരയിൽ നിന്നാണ് വന്നതെന്ന് പറയപ്പെടുന്നു. വിഷ്ണു എവിടെ നിന്ന് വന്നു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ബ്രഹ്മാവിൻ്റെ നാഭി താമരയിൽ നിന്നാണ് വന്നത് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇവർ പരസ്പരം നാഭി താമരയിൽ നിന്ന് എങ്ങനെ ഉയർന്നു വന്നു? ആരാണ് ആദ്യം വന്നത്? ശങ്കരനെക്കുറിച്ചാണെങ്കിൽ ഈ ലോകത്ത് അദ്ദേഹം എങ്ങനെ പ്രത്യക്ഷപ്പെട്ടു എന്നതിനെക്കുറിച്ച് എവിടെയും ഒരു വിവരണവുമില്ല. എന്നിരുന്നാലും ഈ 3 ദേവന്മാരും പ്രകാശത്തിൽ നിന്നാണ് ഉദ്ഭവിച്ചതെന്ന് പല ഭാരതീയ ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അവർ ഓംകാരത്തിൽ നിന്നാണ് ഉദ്ഭവിച്ചത്. ഈ 3 ദേവന്മാരും ഉദ്ഭവിക്കുകയും ശിവഭഗവാൻ സ്വയം അവതരിക്കുകയുമാണ് ചെയ്യുന്നത്. അവതാരവും ഉദ്ഭവവും തമ്മിൽ വലിയ അന്തരമുണ്ട്. അതിനാൽ ശങ്കരൻ ശിവനിൽ നിന്ന് ഉദ്ഭവിച്ചതാണ്. അതുകൊണ്ടാണ് എല്ലാ മതങ്ങളിലും ഈ 3 ദേവന്മാരും പ്രധാനമായിട്ടിരിക്കുന്നത്. എല്ലാ ശിവക്ഷേത്രങ്ങളിലും ശിവന്റെ പ്രത്യേകതകളെ ചിത്രീകരിക്കുന്നു. അമർനാഥ്, ഭോലേനാഥ്, സോമനാഥ്, വിശ്വനാഥ്, മഹാകാലേശ്വരൻ, ഓംകാരേശ്വരം, രാമേശ്വരം, കുബേശ്വരം, വിശ്വേശ്വരം, പശുപതിനാഥ്. ഈ പേരുകളെല്ലാം നാഥൻ അല്ലെങ്കിൽ ഈശ്വരൻ എന്ന വാക്കിൽ അവസാനിക്കുന്നു. ഇത് ഈ ക്ഷേത്രങ്ങൾ ശിവന് സമർപ്പിച്ചിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. അതിനാൽ
ഇത്തവണ മഹാശിവരാത്രി ആഘോഷിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലെ ഭാവനകളെ ശിവന് സമർപ്പിക്കാം. ശിവന്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ ശിവന്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കാം. ഓം ശാന്തി.